ഹലോ എവരിവൺ, ഇന്ന് വന്നിരിക്കുന്നത് വെണ്ടയ്ക്ക വെച്ച് ചെയ്തെടുക്കാവുന്ന ഒരു റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി കണ്ടു നോക്കാം. കൂടാതെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്തേക്കണേ. റെസിപ്പി ചെയ്തെടുക്കാനായിട്ട് വെണ്ടയ്ക്ക ഇതുപോലെ വട്ടത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് 250 ഗ്രാം വെണ്ടയ്ക്കയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ പാൻ വെച്ച് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യാനുസരണം വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാള കട്ട് ചെയ്തത് ചേർക്കാം. പിന്നെ ഇതിലേക്ക് പച്ചമുളക് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇത് 1 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. 1 മിനിറ്റ് കൂടുതൽ അടച്ചു വെച്ച് വേവിക്കല്ലേ. അതിനുശേഷം തുറന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് മസാലപ്പൊടികൾ ഇനി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. 1 സ്പൂണ് ഇടിച്ച മുളക്, പിന്നെ 1/2 ടീസ്പൂണ് മീറ്റ് മസാല, ആവശ്യാനുസരണം ഉപ്പും കൂടെ ചേർക്കാം. ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി മൂപ്പിച്ചെടുക്കാം. ഇനി ഇത് അടച്ചു വെക്കരുത് കേട്ടോ. വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ കഴിവതും വെളിച്ചെണ്ണയിൽ തന്നെ ഈ റെസിപ്പി ചെയ്യുക. അപ്പോൾ വെണ്ടയ്ക്ക ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഈ രീതിയിൽ നിങ്ങളൊരു വട്ടം ചെയ്ത് നോക്കുക. സൂപ്പർ ടേസ്റ്റാണ്. പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് കാണാം.